ഹായ്, വെൽക്കം യു ഓൾ. നമ്മളിന്ന് ഒരു പുതിയ കോൺസെപ്റ്റാണ് ബൈനറി ട്രീയിൽ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റിൻ്റെ പേരാണ് ത്രെഡ്സ്. ത്രെഡ്സ് എന്നാണ് ഈ കോൺസെപ്റ്റിൻ്റെ പേര്. എന്താണ് ബൈനറി ട്രീയിൽ ത്രെഡ്സ് എന്നറിയപ്പെടുന്നത്? ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻഫർമേഷനാണ്. ഓക്കെ, നൾ പോയിൻറ്റേഴ്സിന് പകരം ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. So we are actually replacing null pointers in the binary tree with some special information, and this special information is known as threads. മനസ്സിലായോ? അപ്പോൾ എന്തിനെ റീപ്ലേസ് ചെയ്യുന്നു എന്ന് ഒരു ചോദ്യം വരാം. ഒരു ബൈനറി ട്രീ കൺസിഡർ ചെയ്യുക. ആ ബൈനറി ട്രീയിൽ നമുക്കറിയാം 3 പോർഷൻസ് ആണ് ഓരോ നോഡിനുമുള്ളത്. ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക്, ഇൻഫർമേഷൻ പാർട്ട്, പിന്നെ റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക്. അപ്പോൾ ചില സമയങ്ങളിൽ ചില നോഡുകൾക്ക് 2 ചിൽഡ്രനും ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ആ 3 ഫീൽഡും വാലിഡായ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക് വാലിഡാണ്, റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക് അതും വാലിഡാണ്, പിന്നെ ആ നോഡിൻ്റെ പേര് അതും വാലിഡാണ്. ചില നോഡുകളെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു വാലിഡ് ചൈൽഡ് ലിങ്ക് മാത്രമേ കാണുകയുള്ളൂ, പിന്നെ ആ നോഡിൻ്റെ പേരും ഒരു ലിങ്ക് എം ടി ആണ്. എന്ന് വെച്ചാൽ ഒരു ചൈൽഡ് മാത്രമുള്ള നോഡുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നൾ പോയിൻ്റർ വാല്യൂ ഉണ്ട്. ഇവിടെ ജെയെ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ജെയുടെ പേര് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഇത് ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കാണ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ 2 ഇൻഫർമേഷൻ വാലിഡ് ഇൻഫർമേഷനാണ്. പക്ഷേ റൈറ്റ് ചൈൽഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ഒരു നൾ പോയിൻ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അതേപോലെ ഒരു ലീഫ് നോഡ് കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിന് ലെഫ്റ്റ് ചൈൽഡുമില്ല റൈറ്റ് ചൈൽഡുമില്ല, അതുകൊണ്ട് തന്നെ ആ 2 പോർഷൻസും നൾ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബൈനറി ട്രീ നമ്മൾ കൺസിഡർ ചെയ്ത പല നോഡുകളിലും നമ്മൾ നൾ പോയിൻ്റർ സ്റ്റോർ ചെയ്യുന്നുണ്ട്, നൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് അൺയൂസ്ഡ് വാല്യൂസ് ആണ്, ഒരിക്കലും യൂസ് ചെയ്യാത്ത അൺയൂസ്ഡ് വാല്യൂസ് ആണ് ഈ നൾ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിന് നമ്മൾ നൾ വാല്യൂ സ്റ്റോർ ചെയ്ത് മെമ്മറി കളയുന്നു? എന്തുകൊണ്ട് നൾ വാല്യൂസിന് പകരം കുറച്ച് വാല്യുബിൾ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ യൂസ്ഫുള്ളായ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തുകൂടാ? ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് നൾ പോയിൻറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്ത് കുറച്ച് വാല്യുബിൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാമെന്നൊരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ആ വാല്യുബിൾ ഇൻഫർമേഷനെ നമ്മൾ ത്രെഡ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ടത് എങ്ങനെയാണ് ത്രെഡുകൾ സ്റ്റോർ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലെ ത്രെഡുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ത്രെഡുകൾ സ്റ്റോർ ചെയ്യുന്ന ട്രീയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രെഡഡ് ബൈനറി ട്രീ. ത്രെഡഡ് ബൈനറി ട്രീ, ഇറ്റ്സ് എ ബൈനറി ട്രീ വിച്ച് മേക്സ് യൂസ് ഓഫ് ത്രെഡ്, അല്ലെങ്കിൽ ത്രെഡുകൾ ഉപയോഗിക്കുന്ന ബൈനറി ട്രീയാണ് ത്രെഡഡ് ബൈനറി ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ ത്രെഡഡ് ബൈനറി ട്രീകൾ അവൈലബിൾ ആണ്. നമ്മൾ 1 by 1 ആയിട്ട് സ്റ്റഡി ചെയ്യും. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞു തരാൻ പോകുന്നത്, ത്രെഡഡ് ബൈനറി ട്രീ ഏത് തന്നെ ആയാലും അവിടെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തിയിരിക്കണം. ഇൻ ഓർഡർ ട്രാവേഴ്സൽ നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ എന്താണെന്നും അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടതാണ്, പഠിച്ചതാണ്. അപ്പോൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓൾറെഡി മെത്തേഡ് നിങ്ങൾക്കറിയാമെന്നുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി ട്രാവേഴ്സലിൻ്റെ റിസൾട്ട് ഇവിടെ എഴുതാൻ പോകുന്നു. ശ്രദ്ധിച്ചു കൊള്ളുക. ഈ ട്രീ വരച്ചെടുത്ത ശേഷം നിങ്ങൾക്കും എഴുതി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ വാല്യൂ, അതായത് ഇൻ ഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് D B F E A G C L J H K. D B F E A G C L J എച്ച് കെ. ഇതാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓർഡർ ഓഫ് വിസിറ്റിംഗ്. ഓക്കെ, അപ്പോൾ ത്രെഡിങ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തിയിരിക്കണം. ആ ട്രീയുടെ ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തിയിരിക്കണം. ഓക്കെ, നമ്മൾ ഇൻ ഓർഡർ ട്രാവേഴ്സൽ നടത്തിയിരിക്കുന്നു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ത്രെഡിൻ്റെ പേരാണ് വൺ വേ ത്രെഡ്. വൺ വേ ത്രെഡാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന മെത്തേഡ്. ഓക്കെ, ലെറ്റ് us ലുക്ക് ഹൗ വി ക്യാൻ ഡു ഇറ്റ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ പല നോഡുകൾക്കും ഒന്നി ലെഫ്റ്റ് ചൈൽഡ് നള്ളാണ് അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡ് നള്ള അല്ലേ. അപ്പോൾ നമ്മളിവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഓൺലി റൈറ്റ് നൾ വാല്യൂസിനെ മാത്രമാണ് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, പല നോഡുകൾക്കും ലെഫ്റ്റ് ചൈൽഡും നള്ളാവാം, റൈറ്റ് ചൈൽഡും നള്ളാവാം. പക്ഷേ വൺ വേ ത്രെഡിങ് എന്ന ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ റൈറ്റ് നൾ പോയിൻറ്റേഴ്സിനെ മാത്രമാണ് റീപ്ലേസ് ചെയ്യുന്നത്, ലെഫ്റ്റ് നൾ പോയിൻറ്ററിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ നോഡിനെയും ചെക്ക് ചെയ്യുക, ഏതൊക്കെ നോഡുകൾക്കാണ് റൈറ്റ് നൾ പോയിൻറ്റേഴ്സ് ഉള്ളത് അതിനെ മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ ചെക്ക് ചെയ്തു, എക്ക് റൈറ്റ് ചൈൽഡ് നള്ളല്ല, അപ്പോൾ എക്ക് ചെയ്യേണ്ട. ബിക്ക് റൈറ്റ് ചൈൽഡ് നള്ളല്ല, ബിക്കും ചെയ്യേണ്ട. സി റൈറ്റ് ചൈൽഡ് നള്ളല്ല, സിക്കും ചെയ്യേണ്ട. അപ്പോൾ എക്കും ബിക്കും സിക്കും ഈ പറയുന്ന ത്രെഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഡി ഒന്ന് ചെക്ക് ചെയ്യാം. ഡിക്ക് റൈറ്റ് ചൈൽഡ് നള്ളായതുകൊണ്ട് ഡിയുടെ റൈറ്റ് നൾ പോയിൻറ്ററിന് പകരം ഒരു ത്രെഡ് സ്റ്റോർ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഈ നൾ പോയിൻറ്ററിനെ മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ഏതിനെയൊക്കെ മാറ്റണം? ഇനി നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ മാറ്റേണ്ട നോഡുകളെ ആദ്യം കണ്ടെത്തുക. ഓക്കെ, ഓരോ മാറ്റേണ്ട നോഡുകളെ കണ്ടെത്തി കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് കൂടി പറയാം. ഞാൻ ഡിയുടെ റൈറ്റ് നൾ പോയിൻറ്ററിനെ ഒന്ന് മാറ്റി കാണിക്കാം. മാറ്റേണ്ടത് എന്താ? യൂസ്ഫുൾ ഇൻഫർമേഷൻ കൊണ്ട്. എന്താണ് യൂസ്ഫുൾ ഇൻഫർമേഷൻ? ഒരു നൾ പോയിൻറ്ററിനെ റീപ്ലേസ് ചെയ്യുക, അതായത് റൈറ്റ് നൾ പോയിൻറ്ററിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇൻഓർഡർ ട്രാവേഴ്സലിൽ ആ നോഡിൻ്റെ സക്സസർ ആരാണെന്ന് കണ്ടെത്തുക. അതായത് തൊട്ടടുത്ത നെക്സ്റ്റ് പേഴ്സൺ നെക്സ്റ്റ് നോഡ് ആരാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഡി എന്ന നോഡിൻ്റെ ത്രെഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഡിയുടെ റൈറ്റ് നൾ പോയിൻറ്ററിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിയുടെ ഇൻഓർഡർ ട്രാവേഴ്സലിലെ സക്സസർ ആരാന്ന് നോക്കണം. അപ്പോൾ ഇൻഓർഡർ ട്രാവേഴ്സൽ നമ്മൾ നോക്കുമ്പം ഡിക്ക് ശേഷം വരുന്നത് ബി ആണ്. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കുന്നു ഡിക്ക് ശേഷം വരുന്നത് ബി ആയതുകൊണ്ട് ഡിയുടെ ഇൻ ഓർഡർ സക്സസർ ഇൻഓർഡർ ട്രാവേഴ്സലിൽ സക്സസറായി വരുന്ന നോഡിനെ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇൻഓർഡർ സക്സസർ ആരാന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഡിയുടെ ഇൻഓർഡർ സക്സസർ ബി ആണ്. അതുകൊണ്ട് ഈ നൾ പോയിൻറ്ററിന് പകരം അവിടെ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ തീരുമാനിക്കുകയും അതിനെ ഞാനൊരു ലിങ്കായിട്ട് മാറ്റുകയും ചെയ്യുന്നു. എന്ത് ലിങ്ക്? റൈറ്റ് നൾ പോയിൻറ്റർ ഇനി മുതൽ ആ നോഡിൻ്റെ ഇൻഓർഡർ സക്സസറിനെ പോയിൻ്റ് ചെയ്യണം. പറഞ്ഞാൽ മനസ്സിലായോ? യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു നൾ പോയിൻ്റർ ആയിരുന്നു. എനിക്കതിനെ മാറ്റണം. എന്തുകൊണ്ട് മാറ്റണം? ഏത് വാല്യൂ കൊണ്ട് മാറ്റണം? ആ നോഡിൻ്റെ ഇൻഓർഡർ സക്സസറിലേക്ക് പോയിൻ്റ് ചെയ്യുന്നൊരു പോയിൻ്ററാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഡിയുടെ ഇൻഓർഡർ സക്സസർ ബി ആയതുകൊണ്ട് ഇനി മുതൽ ഡിയുടെ റൈറ്റ് പോർഷൻ ആരെ പോയിൻ്റ് ചെയ്യണം? ഡിയുടെ ഇൻഓർഡർ സക്സസറിനെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഒരു നൾ പോയിൻ്ററിനെ ഞാൻ മാറ്റി. അടുത്ത നോഡിനെ ചെക്ക് ചെയ്യാം. ഈ നോഡിനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇയുടെ റൈറ്റ് ചൈൽഡും നള്ളാണ്. അങ്ങനെയെങ്കിൽ ഈ നൾ പോയിൻ്ററിനെയും ഞാൻ റീപ്ലേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നൾ പോയിൻ്ററിന് പകരം ഞാൻ എന്ത് സ്റ്റോർ ചെയ്യണം? ഇയുടെ ഇൻഓർഡർ സക്സസർ ആരാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇയുടെ ഇൻഓർഡർ സക്സസർ നോക്കിയപ്പോൾ എ ആണ്. ഇയുടെ ഇൻഓർഡർ സക്സസർ എ ആയതുകൊണ്ട് ഇയുടെ നൾ പോയിൻ്റർ റൈറ്റ് നൾ പോയിൻ്റർ അതിൻ്റെ ഇൻഓർഡർ സക്സസറായ എയെ പോയിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഇനി അടുത്ത നോഡ് നമുക്ക് നോക്കാം. അടുത്ത ആരാ? എഫിനെ സംബന്ധിച്ചിടത്തോളം എഫിന് രണ്ട് ചൈൽഡുമില്ല. എങ്കിലും നമ്മൾ ആരെ മാത്രമേ മാറ്റുന്നുള്ളൂ? റൈറ്റ് നൾ പോയിൻ്ററിനെ മാത്രമേ മാറ്റുന്നുള്ളൂ. അപ്പോൾ റൈറ്റ് നൾ പോയിൻ്ററിനെ മാറ്റാൻ തീരുമാനിച്ചു എങ്കിൽ ഏതിലോട്ട് കണക്ട് ചെയ്യണം നോക്കാം. എഫിൻ്റെ ഇൻഓർഡർ സക്സസർ ആര്? എഫിൻ്റെ ഇൻഓർഡർ സക്സസർ ഇ ആണ്.
അതുകൊണ്ട് തന്നെ എഫിൻ്റെ റൈറ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ആരെ പോയിൻ്റ് ചെയ്യണം? എഫിൻ്റെ ഇൻഓർഡർ സക്സസറിനെ പോയിൻ്റ് ചെയ്യണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അടുത്ത ഇനി ആരാ ഉള്ളത്? എച്ചിന് ഒരു ചേഞ്ചും ആവശ്യമില്ല. ജിക്കും ജെക്കും എല്ലിനും കെയ്ക്കും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ 4 നോഡുകളുടെയും ഇൻഓർഡർ സക്സസറുകളെ കണ്ടെത്തുക. ആരാണ് ഇൻഓർഡർ സക്സസർ എന്ന് നോക്കാം. ജിയുടെ ഇൻഓർഡർ സക്സസർ സി ആണ്. അതുകൊണ്ട് തന്നെ ജിയുടെ റൈറ്റ് നൾ പോയിൻ്റർ സിയെ പോയിൻ്റ് ചെയ്യും. ജെയുടെ ഇൻഓർഡർ സക്സസർ എച്ച് ആണ്. അതുകൊണ്ട് തന്നെ ജെയുടെ റൈറ്റ് നൾ പോയിൻ്റർ എച്ചിനെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി എല്ലിൻ്റെ ഇൻഓർഡർ സക്സസർ ജെ ആയതുകൊണ്ട് എല്ലിൻ്റെ റൈറ്റ് നൾ പോയിൻ്റർ ജെ പോയിൻ്റ് ചെയ്യും. ഇനി ഒരു കെ ഉണ്ട്. കെ എന്ന് പറയുന്ന നോഡ് ഒരു ലീഫ് നോഡ് ആയതുകൊണ്ട് തന്നെ കെയ്ക്കും ലെഫ്റ്റും റൈറ്റും നൾ പോയിൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ റൈറ്റ് പോയിൻ്റർ മാത്രം മാറ്റാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കെയുടെ റൈറ്റ് നൾ പോയിൻ്റർ മാറ്റണം എന്നുണ്ടെങ്കിൽ കെയുടെ ഇൻഓർഡർ സക്സസർ ആരാന്നറിയണം. പക്ഷേ കെ ലാസ്റ്റ് നോഡ് ആയതുകൊണ്ട് തന്നെ കെയ്ക്കൊരു സക്സസർ ഇല്ല. അതുകൊണ്ട് റൂൾ ഉണ്ടെങ്കിൽ പോലും കെയ്ക്കൊരു സക്സസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കെയുടെ റൈറ്റ് നൾ പോയിൻ്റർ നമുക്ക് മാറ്റാൻ പറ്റാതായി പോകുന്നു. എങ്കിലും ഏറെക്കുറെ നോഡുകളുടെ നൾ പോയിൻ്റർ എന്ന ഇൻഫർമേഷൻ മാറ്റി അവരുടെ കറസ്പോണ്ടിങ് ഇൻഓർഡർ സക്സസറുകളിലേക്കുള്ള പോയിൻറ്റേഴ്സ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? വൺ വേ ത്രെഡിങ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ വൺ വേ ത്രെഡിങ് ചെയ്ത് കഴിയുമ്പോൾ ഫിഗർ ഇതുപോലിരിക്കും. കണ്ടോ, ഇതാണ് വൺ വേ ത്രെഡിങ്. ഇപ്പുറത്ത് കെ ഉണ്ട്, പക്ഷേ കെയ്ക്ക് പോയിൻറ്റേഴ്സ് ഒന്നും സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ലാസ്റ്റ് നോഡ് ആയതുകൊണ്ട് തന്നെ അതിന് പോയിൻറ്റർ സെറ്റ് ചെയ്യാൻ സാധിക്കില്ല. ബാക്കി എല്ലാവരും അവരവരുടെ ഇൻഓർഡർ സക്സസറിനെ പോയിൻ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഫിഗർ വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വൺ വേ ത്രെഡിങ് കഴിഞ്ഞു. വൺ വേ ത്രെഡിങ്ങിന് ശേഷം അടുത്തത് വരുന്നതാണ് ടു വേ ത്രെഡിങ്. ടു വേ ത്രെഡിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടു വേ ത്രെഡിങ്ങിൽ 2 ലിങ്കുകളെ നമ്മൾ മാറ്റും. അതായത് ലെഫ്റ്റ് നൾ പോയിൻ്ററിനെയും മാറ്റും, റൈറ്റ് നൾ പോയിൻ്ററിനെയും മാറ്റും. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു നോഡിൻ്റെ റൈറ്റ് ചൈൽഡാണ് നള്ളെങ്കിൽ റൈറ്റ് നൾ പോയിൻ്ററിന് പകരം നമ്മൾ ആ നോഡിൻ്റെ ഇൻഓർഡർ സക്സസറിലേക്കാണ് പോയിൻ്റ് ചെയ്തത് എങ്കിൽ ഇനി മുതൽ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെയും കൂടെ മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ആരെ പോയിൻ്റ് ചെയ്യണം? ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇൻഓർഡർ പ്രിഡിസസറിനെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഇന്നോർഡർ ട്രാവേഴ്സിലൊന്ന് മേളിലോട്ട് എഴുതുകയാണേ, അല്ലെങ്കിൽ ഏതാണ്ട് ഇവിടോട്ട് എഴുതാം. ഡി ബി എഫ് ഇ എ ജി സി എൽ ജെ എച്ച് കെ ഇതായിരുന്നു നമ്മുടെ ഇന്നോർഡർ ട്രാവേഴ്സൽ. അപ്പോൾ എപ്പോൾ ത്രെഡിങ് അപ്ലൈ ചെയ്യണമെങ്കിലും ഇന്നോർഡർ ട്രാവേഴ്സൽ ചെയ്തോണം, എന്നിട്ട് ത്രെഡിങ് ചെയ്യാവൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എക്കും ഡിക്കും സിക്കും എച്ചിനും ഇത്രയും പേർക്ക് ത്രെഡിങ് ആവശ്യമില്ല. കാരണം അത്രയും പേർക്കും ലെഫ്റ്റ് ചൈൽഡുമുണ്ട്, റൈറ്റ് ചൈൽഡുമുണ്ട്. അപ്പോൾ ലെഫ്റ്റോ റൈറ്റോ ഇല്ലാത്തതിനെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഡി നോക്കുന്നു. ആദ്യം ഡിയെ നോക്കാം. ഡിയെ സംബന്ധിച്ചിടത്തോളം ഡിയുടെ റൈറ്റ് നൾ പോയിൻ്റർ ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫിഗർ കാണിക്കുന്നത് വൺ വേ ത്രെഡിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. ടു വേ ത്രെഡിങ്ങിൽ ലെഫ്റ്റ് പോയിൻ്ററും റീപ്ലേസ് ചെയ്യണം, ലെഫ്റ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്യണം, റൈറ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ എല്ലാ നോഡുകളുടെയും റൈറ്റ് നൾ പോയിൻ്റർ ഓൾറെഡി ഞാൻ റീപ്ലേസ് ചെയ്തൊരു ഫിഗറാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ റൈറ്റിനെയും റീപ്ലേസ് ചെയ്ത് ലെഫ്റ്റിനെയും റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ടു വേ ത്രെഡിങ് കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലിരിക്കുന്നത് വൺ വേ ത്രെഡിങ് മാത്രം കഴിഞ്ഞൊരു ഫിഗറാണ്. ഇതിൽ വൺ വേ ത്രെഡിങ്ങിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ ടു വേ ത്രെഡിങ് ആവുകയുള്ളൂ.
അപ്പോൾ റൈറ്റ് പോയിൻ്റർ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. നമുക്കിനി ലെഫ്റ്റ് പോയിൻ്ററും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡി എന്ന നോഡ് എടുക്കാം. ഡി എന്ന നോഡ് നമുക്കറിയാം, ഡി എന്ന നോഡിന് ലെഫ്റ്റ് ചൈൽഡും ഇല്ലായിരുന്നു, റൈറ്റ് ചൈൽഡും ഇല്ലായിരുന്നു. റൈറ്റ് നൾ പോയിൻ്ററിനെ ഓൾറെഡി റീപ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. പറഞ്ഞതനുസരിച്ച് ലെഫ്റ്റ് നൾ പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്യണം? ഇന്നോർഡർ ട്രാവേഴ്സലിലെ പ്രിഡിസസർ എന്ന് പറഞ്ഞപ്പോൾ ജെ എന്ന നോഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ ജെയുടെ പ്രിഡിസസർ എൽ ആണ്. അതേപോലെ എല്ലിൻ്റെ പ്രിഡിസസർ സി ആണ്. അതായത് തൊട്ട് മുന്നിൽ വരുന്ന ആര്, അതാണ് പ്രിഡിസസർ. അങ്ങനെ വരുമ്പോൾ ഡിയുടെ റൈറ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ഡിയുടെ ഇന്നോർഡർ സക്സസറിനെ പോയിൻ്റ് ചെയ്യുമ്പോൾ ഡിയുടെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ഇന്നോർഡർ പ്രിഡിസസറിനെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ട്രാവേഴ്സിൽ നോക്കിയപ്പോഴേ ഡിക്കൊരു പ്രിഡിസസർ ഉണ്ടോ? ഇല്ല. ഡി ആണ് ആദ്യം വിസിറ്റ് ചെയ്ത നോഡ്. ഡിക്ക് പ്രിഡിസസർ ഇല്ല. അപ്പം ഇനി എന്ത് ചെയ്യും? പ്രിഡിസസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടായിട്ടും ഡിയുടെ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാതായി പോകുന്നു. മനസ്സിലായോ? അപ്പോൾ ഡിയുടെ ഇന്നോർഡർ പ്രിഡിസസർ ഇല്ലാത്തത് കൊണ്ട് ഡിയുടെ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടുത്ത നോഡിലേക്ക് പോകാം. ഇനി ഏതിനാ ലെഫ്റ്റ് ചൈൽഡ് ഇല്ലാത്തത്? ശരിക്കും 2-വേ ത്രെഡിങ്ങിൽ റൈറ്റ് ചൈൽഡ് ഇല്ലാത്ത നോഡും അതിനെയും റീപ്ലേസ് ചെയ്യണം, ലെഫ്റ്റ് ചൈൽഡ് ഇല്ലാത്ത നോഡിനെയും റീപ്ലേസ് ചെയ്യണം. എക്ക് ആവശ്യമില്ല, ബിക്ക് ആവശ്യമില്ല, ഡിക്ക് 2 ചൈൽഡും ഇല്ലായിരുന്നു. ലെഫ്റ്റിനെ റീപ്ലേസ് ചെയ്യാൻ ഒക്കത്തില്ല, റൈറ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. അടുത്ത് നമുക്ക് ഇ ഒന്ന് നോക്കാം. ഇയെ നോക്കുമ്പോൾ ഇക്ക് ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. റൈറ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് നൾ പോയിൻ്റർ ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിന് റൈറ്റ് ചൈൽഡ് ഇല്ലാത്തത് കൊണ്ട് റൈറ്റ് നൾ പോയിൻ്ററിനെ മാത്രം റീപ്ലേസ് ചെയ്യുന്നു. ലെഫ്റ്റ് ചൈൽഡ് ഉള്ളത് കൊണ്ട് അവിടെ ഒരു നൾ പോയിൻ്റർ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനെ നമുക്ക് വെറുതെ വിടാം. എഫിനെ സംബന്ധിച്ചിടത്തോളം എഫ് ലീഫ് ആയതുകൊണ്ട് ലെഫ്റ്റും നള്ള റൈറ്റും നള്ള. റൈറ്റ് ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ലെഫ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ എഫിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യണം? എഫിൻ്റെ ഇന്നോർഡർ പ്രിഡിസസർ ഉണ്ട്. എഫിൻ്റെ ഇന്നോർഡർ പ്രിഡിസസർ ബി ആണ്. അതുകൊണ്ട് തന്നെ എഫിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ആരെ പോയിൻ്റ് ചെയ്യണം? ഇന്നോർഡർ പ്രിഡിസസറായ ബിയെ പോയിൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എയും ബിയും ഡിയും എഫും ഇയും നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തിലേക്ക് വരാം. അവിടേക്ക് വരുമ്പോൾ സിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ല, കാരണം 2 ചൈൽഡുമുണ്ട്. എച്ചിന് റീപ്ലേസ്മെൻറ്റ് ആവശ്യമില്ല, എച്ചിനും 2 ചൈൽഡുകളുണ്ട്. നമുക്ക് ജിയെ ഒന്ന് നോക്കാം. ജി നോക്കുമ്പോൾ ജിക്ക് ലെഫ്റ്റ് ഇല്ല, റൈറ്റ് ഇല്ല. റൈറ്റ് ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ കൂടെ റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റ് നൾ പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്യണം? ഇന്നോർഡർ പ്രിഡിസസറിനെ. ജിയുടെ പ്രിഡിസസർ എ ആയതുകൊണ്ട് ജിയുടെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ഇന്നോർഡർ പ്രിഡിസസറായ എയെ പോയിൻ്റ് ചെയ്യണം. അടുത്ത് നമുക്ക് ജെ എടുക്കാം. ജെ എടുക്കുമ്പോൾ ജെക്ക് ലെഫ്റ്റ് ചൈൽഡ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നൾ പോയിൻ്ററിൻ്റെ റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. ജെക്ക് റൈറ്റ് ആയിരുന്നു ഇല്ലാത്തത്, അത് ഓൾറെഡി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഓക്കെ ആയി. പിന്നുള്ളത് എല്ലാണ്. എല്ലിനെ സംബന്ധിച്ചിടത്തോളം എല്ലിന് ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല. റൈറ്റ് ഓൾറെഡി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ എല്ലിൻ്റെ പ്രിഡിസസർ ആരാന്ന് അറിയണം. എല്ലിൻ്റെ പ്രിഡിസസർ സി ആണ്. അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്റർ അതിൻ്റെ ഇന്നോർഡർ പ്രിഡിസസറായ സിയെ പോയിൻ്റ് ചെയ്യും. ഏകദേശം എല്ലാ നോഡുകളും നമ്മൾ എഴുതി. ഇനി ഒരു കെ എന്ന് പറയുന്നൊരു നോഡ് കൂടിയേ ഉള്ളൂ. കെ എന്ന് പറയുന്ന നോഡ്. അപ്പോൾ ഞാനിത് ആ പോർഷൻ കാണിക്കണമെങ്കിൽ ഇത് റബ്ബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. എച്ചിൻ്റെ റൈറ്റ് ചൈൽഡ് ആയിട്ടാണ് ഇവിടെ കെ ഉള്ളത്. എച്ചിൻ്റെ റൈറ്റ് ചൈൽഡ് ആയിട്ടാണ് കെ ഉള്ളത്. കെക്ക് ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല. 2 ചൈൽഡും ഇല്ലാത്തത് കൊണ്ട് കെ ഒരു ലീഫ് നോഡാണ്. കെ ലാസ്റ്റ് നോഡ്, നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് നോഡ് ആയതുകൊണ്ട് തന്നെ കെയ്ക്ക് ഒരു സക്സസർ ഇല്ലാതെ പോയി. അതുകൊണ്ട് തന്നെ കെയുടെ നൾ റൈറ്റ് പോയിൻ്ററിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കെയ്ക്ക് ഒരു പ്രിഡിസസർ, ഇന്നോർഡർ പ്രിഡിസസർ ഉള്ളത് കൊണ്ട് തന്നെ കെയുടെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്യും? അതിൻ്റെ ഇന്നോർഡർ എന്താ പറയുക,
പ്രെഡിസസറായ എച്ചിനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ കെയുടെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ ഇന്നോർഡർ പ്രെഡിസസറായ എച്ചിനെ പോയിൻ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പം 2-വേ ത്രെഡിങ് കഴിയുന്നതാണ്. 2-വേ ത്രെഡിങ് കഴിയുമ്പോഴുള്ളൊരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, ഇവിടെ എല്ലാ നോഡുകളുടെയും റൈറ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാ നോഡുകളുടെയും ലെഫ്റ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ചില നോഡുകൾക്ക് ലെഫ്റ്റ് ചൈൽഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ചൈൽഡാണോ ഉള്ളത് അവിടെ ഒരു ത്രെഡിൻ്റെ ആവശ്യമില്ല. ചൈൽഡ് ഇല്ലെങ്കിൽ മാത്രമേ ത്രെഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എംപ്റ്റി ചൈൽഡ് നൾ പോയിൻറ്റേഴ്സിനെ മാത്രമാണ് ത്രെഡുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ അത് വ്യക്തമാണ്. 2-വേ ത്രെഡിങ്ങിൽ ലെഫ്റ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്യപ്പെട്ടു, റൈറ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്യപ്പെട്ടു. പക്ഷേ 1-വേ ത്രെഡിങ്ങിൽ വന്നൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എല്ലാ നോഡുകളുടെയും റൈറ്റ് നൾ പോയിൻ്റർ റീപ്ലേസ് ചെയ്തപ്പോഴും അവസാനത്തെ നോഡിൻ്റെ റൈറ്റ് നൾ പോയിൻ്റർ റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അതിനൊരു സക്സസർ ഇല്ലാതെ പോയി. 2-വേ ത്രെഡിങ്ങിൽ ലെഫ്റ്റ് നൾ പോയിൻ്ററും റൈറ്റ് നൾ പോയിൻ്ററും നമ്മൾ റീപ്ലേസ് ചെയ്തെങ്കിലും ഫസ്റ്റ് നോഡിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്ററും ലാസ്റ്റ് നോഡിൻ്റെ റൈറ്റ് നൾ പോയിൻ്ററും റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനൊരു കുഴപ്പം 2-വേ ത്രെഡിങ്ങിൽ ഉണ്ടായിരുന്നു. ഈ ഡ്രോബാക്കിനെ കൂടി ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മൂന്നാമതൊരു ത്രെഡിങ്ങിലേക്ക് പോകുന്നു. ആ ത്രെഡിങ്ങിൻ്റെ പേരാണ് 2-വേ ത്രെഡിങ് വിത്ത് ഹെഡർ നോഡ്. 2-വേ ത്രെഡിങ് വിത്ത് ഹെഡർ നോഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സിമ്പിളാണ്. ആദ്യം തന്നിരിക്കുന്ന ട്രീയിൽ 2-വേ ത്രെഡിങ് അങ്ങ് നടത്തുക. 2-വേ ത്രെഡിങ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം 1-വേ ത്രെഡിങ് ചെയ്യുന്നു, പിന്നെ 2-വേ ത്രെഡിങ് ചെയ്യുന്നു. അങ്ങനെ 2-വേ ത്രെഡിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിക്ക് ലെഫ്റ്റ് പോയിൻ്റർ ഇപ്പോഴും നള്ളാണ്. അതേപോലെ കെയുടെ റൈറ്റ് പോയിൻ്റർ ഇപ്പോഴും നള്ള. അപ്പോൾ കെയുടെ റൈറ്റ് പോയിൻ്ററും നള്ള, ഡിയുടെ ലെഫ്റ്റ് പോയിൻ്ററും നള്ളാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റർ ഇപ്പോഴും നള്ളാണ്. അതിനെ നമുക്കൊരു യൂസ്ഫുൾ ഇൻഫർമേഷനാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി മുതൽ ട്രീയിൽ ഒരു ഹെഡർ നോഡ് കൂടി വരയ്ക്കുകയാണ്. ഹെഡർ നോഡ് എന്താണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ട്രീക്ക് ഒരു ഹെഡർ നോഡ് നമ്മൾ വരയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളൊരു ഹെഡർ നോഡ് വരച്ചു. അതിന് 3 പാർട്ടുണ്ട്. സെൻറ്റർ പാർട്ട് ഇൻഫർമേഷൻ, അവിടെയാണ് ട്രീയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇത് കൂടാതെ 2 ലിങ്ക് പോർഷൻസ് ഉണ്ടായിരുന്നു. ഒരു ലെഫ്റ്റ് ലിങ്കും ഒരു റൈറ്റ് ലിങ്കും. അത് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നോഡ് വരച്ച ശേഷം ഓർക്കുക, ഡി എന്ന് പറയുന്ന ഇന്നോർഡർ ട്രാവേഴ്സലിലെ ആദ്യത്തെ നോഡിന്, ഇന്നോർഡർ ട്രാവേഴ്സലിലെ ഫസ്റ്റ് നോഡിന് ഒരു പ്രെഡിസസർ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് പോയിൻ്റർ ഇപ്പോഴും നള്ളായത് കൊണ്ട് ആ നൾ പോയിൻ്ററിനെ ആദ്യം നമുക്ക് റീപ്ലേസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഡിയുടെ ലെഫ്റ്റ് നൾ പോയിൻ്ററിനെ ഹെഡറിലേക്ക് പോയിൻ്റ് ചെയ്യും. ഇതാണ് ആദ്യത്തെ മാറ്റം. അപ്പോൾ ഇവിടെ ഹെഡർ നോഡ് വരച്ചിട്ടുണ്ട്. അതിന് 3 ഭാഗങ്ങളുണ്ട്. സെൻറ്റർ പോർഷൻ നമ്മൾ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്ന ലിങ്ക് എന്ന് പറയുന്നത് ഇന്നോർഡർ ട്രാവേഴ്സലിലെ ആദ്യത്തെ നോഡിന് ഒരു പ്രെഡിസസർ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇപ്പോഴും നള്ളായി കിടക്കുന്നത് കൊണ്ട് അതിനെ ത്രെഡാക്കി മാറ്റാൻ വേണ്ടി ആ ആദ്യത്തെ നോഡിൻ്റെ ലെഫ്റ്റ് നൾ പോയിൻ്റർ ഇനി മുതൽ നള്ളല്ല, ത്രെഡാണ്. അതെന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ ലെഫ്റ്റ് പോയിൻ്റർ ഇനി മുതൽ ഹെഡർ നോഡിനെ പോയിൻ്റ് ചെയ്യുന്നതാണ്. അത് ഒരു മാറ്റം. രണ്ടാമത്തെ മാറ്റം, ഇന്നോർഡർ ട്രാവേഴ്സലിലെ ഏറ്റവും ലാസ്റ്റ് നോഡായ കെയ്ക്ക് റൈറ്റ് നൾ പോയിൻ്റർ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാരണം അത് ലാസ്റ്റ് നോഡായതുകൊണ്ട് അതിനൊരു സക്സസർ ഇല്ല. സോ റൈറ്റ് പോയിൻ്റർ ഈസ് സ്റ്റിൽ നൾ. ആ നൾ പോയിൻ്ററിനെ കൂടെ നമുക്കൊന്ന് മാറ്റാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കെയുടെ റൈറ്റ് ലിങ്ക് ഇനി മുതൽ ഹെഡറിനെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ 2 ലിങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഏതൊക്കെയാണ്? ഇന്നോർഡർ ട്രാവേഴ്സലിലെ ഫസ്റ്റ് നോഡിൻ്റെ ലെഫ്റ്റ് പോയിൻ്റർ ഹെഡറിനെ പോയിൻ്റ് ചെയ്യുക. അതേപോലെ ഇന്നോർഡർ ട്രാവേഴ്സലിലെ ലാസ്റ്റ് നോഡിൻ്റെ റൈറ്റ് പോയിൻ്റർ ഇനി മുതൽ ഹെഡറിനെ പോയിൻ്റ് ചെയ്യുക. അപ്പോൾ 2 പോയിൻ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ? ആയി. അപ്പോൾ ഈ ലിങ്കും മനസ്സിലായി. ബാക്കി ഹെഡർ എപ്പോഴും നമ്മുടെ റൂട്ട് നോഡിനെ പോയിൻ്റ് ചെയ്തിരിക്കണം.
അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഹെഡർ എപ്പോഴും റൂട്ടിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൂട്ടിനെ ഏത് പോയിൻ്റ്, ഇപ്പോൾ ഇത് ഹെഡർ നോഡാണ്, അതിന് 3 ഭാഗങ്ങളുണ്ട്. സെൻറ്റർ പോർഷൻ ഇൻഫർമേഷനാണ്, അതിനൊരു ലെഫ്റ്റ് ലിങ്കും റൈറ്റ് ലിങ്കും ഉണ്ട്. ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നത് ലെഫ്റ്റ് ലിങ്ക് എപ്പോഴും റൂട്ടിനെ പോയിൻ്റ് ചെയ്യും, റൈറ്റ് എപ്പോഴും നള്ളായിരിക്കും. ഇതാണ് ഞാൻ പഠിപ്പിച്ച് തന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഹെഡർ നോഡ് വരച്ചു. ഈ ലിങ്ക് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ലിങ്കിനെ കുറിച്ചും പറഞ്ഞു. ഹെഡർ നോഡിൻ്റെ ലെഫ്റ്റ് ലിങ്കാണ് റൂട്ട് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഈ 3 ലിങ്കുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നേരത്തെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ റൈറ്റ് ലിങ്ക് നള്ളായിരിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ത്രെഡ് ചെയ്യുന്നതേ നൾ പോയിൻറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായത് കൊണ്ട് ഹെഡർ നോഡിൻ്റെ നൾ ആയിട്ടിരുന്ന റൈറ്റ് പോയിൻ്ററിനെ, നള്ളായ റൈറ്റ് പോയിൻ്ററിനെ ഞാൻ ഒരു യൂസ്ഫുൾ ഇൻഫർമേഷനാക്കി മാറ്റാൻ വേണ്ടി ആ റൈറ്റ് പോയിൻ്റർ ഹെഡറിനെ തന്നെ പോയിൻ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മൊത്തം 4 ലിങ്കുകളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഒരു ഹെഡർ നോഡ് വരയ്ക്കുക, അതിൻ്റെ ലെഫ്റ്റ് ലിങ്ക് റൂട്ടിനെ പോയിൻ്റ് ചെയ്യണം, റൈറ്റ് ലിങ്ക് അതിനെ തന്നെ പോയിൻ്റ് ചെയ്യണം. പിന്നെ ഫസ്റ്റ് നോഡിൻ്റെ ലെഫ്റ്റ് ലിങ്ക് ഹെഡറിനെ പോയിൻ്റ് ചെയ്യണം, ലാസ്റ്റ് നോഡിൻ്റെ റൈറ്റ് ലിങ്കും ഹെഡറിനെ പോയിൻ്റ് ചെയ്യണം. ഇത്രയും ചെയ്താൽ 2 വേ ത്രെഡിങ് വിത്ത് ഹെഡർ നോഡും കംപ്ലീറ്റ് ആകുന്നതാണ്. അങ്ങനെ നമ്മൾ മൊത്തം 3 ടൈപ്പ് ഓഫ് ത്രെഡിങ്ങിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. 1 വേ ത്രെഡിങ്, 2 വേ ത്രെഡിങ് ആൻഡ് 2 വേ ത്രെഡിങ് വിത്ത് ഹെഡർ നോഡ്. ഈ ഒരു ലാസ്റ്റ് മെത്തേഡിൽ എല്ലാ നൾ പോയിൻറ്റേഴ്സും നമ്മൾ യൂസ്ഫുൾ ത്രെഡുകളെ കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. ഓഫ് ദ കൺസെപ്റ്റ്സ് ആർ all understandable to you. Okay, thank you.